ഗ്ലൂട്ടാതയോൺ, NAD, ബോട്ടോക്സ്. പിന്നെ കൺസേൺ എന്റെ ഡ്രൈ സ്കിൻ മാറ്റണം എന്നുള്ളതായിരുന്നു. സോ അതിന്റെ റൂൾ എന്ന് പറയുന്നത് തിന്നസ്റ്റ് ടു തിക്കസ്റ്റ് എന്നാണ്. സോ ഒരു 2 ടിഷ്യൂ. ബോയ്സിനും ഇത് ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ കുറച്ച് ഡള്ളായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ്ലി നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവും. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ലഗേജ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഫോർ ഡ്രൈ സ്കിൻ പീപ്പിൾ ആണ്. സോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഡ്രൈ സ്കിൻ കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. ബിക്കോസ് ഞാനിവിടെ താമസിക്കുന്നത് സ്കോട്ട്ലൻഡിലായതുകൊണ്ട് തന്നെ വിന്ററിലൊക്കെ -10 വരെയൊക്കെയാണ് ടെമ്പറേച്ചർ പോവുക. അപ്പോൾ എത്രത്തോളം ഇറിറ്റേറ്റിംഗ് ആയിരിക്കും ആ സമയത്ത് നമ്മുടെ സ്കിൻ ഉള്ളത് ഡ്രൈ സ്കിൻകാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോപ്പർ പ്രെപ്പൊക്കെ ചെയ്ത് ഞാൻ സ്കിന്നിനെ ആ ഒരു സീസണിൽ സർവൈവ് ചെയ്യുന്നതെന്നും അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സോ ഈ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഓൾസോ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും വേണം. ആൻഡ് ഞാൻ ഈ പ്രൊഡക്ട്സ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഇപ്പോൾ കാണിക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് തന്നെയാണ്. സോ ലിങ്കും കാര്യങ്ങളും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ആൻഡ് ഓൾസോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി സപ്ലിമെന്റ്സ് ഐ ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. ബിക്കോസ് അതാണ് ഞാൻ ചെയ്യുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ. ഞാൻ പ്രൈമറിലി ചെയ്യുന്ന ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത് അതാണ്. ആൻഡ് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന ഈ പ്രൊഡക്ട്സ് ഒക്കെ സെക്കൻഡറി വരുന്ന സംഭവങ്ങളാണ്. ബിക്കോസ് എൻ്റെ അറിവിൽ ഇതുവരെ ആരും അങ്ങനെ ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് അവരുടെ സ്കിന്നിന് അവരുടെ കൺസേൺസ് ഒക്കെ ഫുൾ മാറി എന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളും ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കുറെ നമ്മൾ ഇത് മാറും അത് മാറും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സ്റ്റിൽ സം ഓഫ് യു നോ ദാറ്റ് അതൊന്നും അത്ര ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളത്. സോ ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫുൾ റിക്കവറി അല്ലെങ്കിൽ ഒരു സ്കിന്നിന് അത്രയും നല്ല ക്വാളിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഫുഡ്, എക്സസൈസ് ചെയ്യണം, നല്ലപോലെ വർക്കൗട്ട് ചെയ്താൽ ആ ഒരു ഗ്ലോ നാച്ചുറലി വരും. ആൻഡ് ആൾസോ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് ഗ്ലൂട്ടാതയോൺ, NAD, ബോട്ടോക്സ് ഇങ്ങനത്തെയൊക്കെ ഉള്ളതാണ് നമ്മൾ കാണുന്നതൊക്കെ. ഭയങ്കര സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര ഗ്ലോയി ആയിട്ടും ഇതായിട്ടും ഒക്കെ ഇരിക്കുന്നതിന്റെ റീസൺസ്. സോ സ്കിൻ കെയർ ഒരു പരിധി വരെ പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല, അത് ടെമ്പററി ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. നോർമൽ സ്കിൻ കൺസേൺസ് ലൈക്ക് ആക്നി അല്ലെങ്കിൽ ഒരു ടാൻ റിമൂവൽ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ റിമൂവൽ അങ്ങനത്തെ ഒക്കെ ചെറിയതായിട്ടുള്ള ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതൊരു ഒട്ടും നമുക്കത് എന്താ പറയുക ഒരു പെർമനന്റ് സൊല്യൂഷൻ ആയിട്ട് എനിക്കത് തോന്നിയിട്ടില്ല. സോ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. അപ്പം ഡ്രൈ സ്കിന്നിന് ഒരു പരിധി വരെ എൻ്റെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ജെനറ്റിക്സിന്റെ ബേസിസിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ഫോട്ടോ കൊടുക്കാം. എൻ്റെ ഫാദർ എന്ന് പറയുന്നത് കുറച്ച് ഡാർക്ക് സ്കിൻ ടോണും ആൻഡ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ടൈപ്പും ഉള്ള ഒരാളാണ്. ആൻഡ് എൻ്റെ മദർ എന്ന് പറയുന്നത് നല്ല ഫെയർ സ്കിന്നും ഒരു ഓയിലി സ്കിന്നൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്കിൻ ക്വാളിറ്റിയാണ് അമ്മയുടെ. അപ്പൊ ഇവർ രണ്ടുപേരുടെയും ഒരു കോമ്പിനേഷൻ സ്കിന്നുള്ള പോലെ എനിക്ക് ഫെയർ സ്കിന്നും അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിന്നുമാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എൻ്റെ ഡ്രൈ സ്കിൻ മാറ്റണം എന്നുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ചെറുപ്പം തൊട്ടിട്ട്. അപ്പൊ എനിക്ക് ഓക്കെ ആയി തോന്നിയ കുറച്ച് സംഭവങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ ഞാനിപ്പോൾ ജിമ്മിൽ പോയി വന്നതുകൊണ്ട് ഞാൻ കുറച്ച് സ്ലൈറ്റ്ലി മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് റിമൂവ് ചെയ്തതിന് ശേഷം ക്ലെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ പോവാം. സോ ഞാനിപ്പോൾ എൻ്റെ ഫേസ് ക്ലെൻസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ജസ്റ്റ് ഈ മേക്കപ്പ് ഒന്ന് റിമൂവ് ചെയ്യാൻ ഞാനിപ്പോൾ ജസ്റ്റ് വെറ്റ് വൈപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ ഐലൈനറോ മസ്കാര അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. മുഖത്ത് ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ സെൻസിറ്റീവ് ഒരു വെറ്റ് വൈപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബേബി വൈപ്സ് ആണ് ഇത് ആക്ച്വലി. സോ ആൻഡ് ഇതിപ്പോ ഞാൻ മസ്കാരൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ മിസലർ വാട്ടറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് തന്നെ ആയിരിക്കും വൈപ്പ് ഓഫ് ചെയ്യുക. ഇതിപ്പോ ഈ വെറ്റ് വൈപ്സിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യാണ്.
ആൻഡ് ഞാൻ മോർണിംഗ് ഒരു ഫേസ് വാഷും ഈവനിങ് വേറൊരു ഫേസ് വാഷും ആണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ മോർണിംഗ് യൂസ് ചെയ്യുന്നത് ഈ സെറാവിയുടെ ബ്ലെമിഷ് കൺട്രോൾ ആയിട്ടുള്ള ഫേസ് വാഷ് ആണ്. ഞാൻ ഇത് മോർണിംഗിൽ യൂസ് ചെയ്യാനുള്ള കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ സ്കിന്നിന് ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്. അധികം നമ്മുടെ ഫേസിനെ ഒട്ടും ഡ്രൈയും കാര്യങ്ങളൊന്നും ആക്കില്ല. ആൻഡ് ബ്ലെമിഷ് കൺട്രോൾ ആണ്. നമുക്ക് ആക്നി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുവിധം എനിക്ക് ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ട് തോന്നി. സോ ഇതാണ് ഞാൻ മോർണിംഗ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫേസ് വാഷ് ആണ് ഞാൻ നൈറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ പ്രിമാർക്ക് നിന്ന് വാങ്ങിയ വൈറ്റമിൻ സിന്റെ ഒരു ജെല്ലി ക്ലെൻസർ എന്ന് പറയുന്നതാണ്. ഇത് ഞാൻ റാൻഡമിലി ഞാൻ സ്റ്റോറിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കിയതാണ്. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഒരു എന്താ പറയാ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇന്ന് നല്ല വെയിലൊക്കെ കൊണ്ടുണ്ടെന്ന് വെക്കും. അപ്പൊ ആ ടാൻ നമ്മൾ കുറച്ച് ഡള്ളായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ്ലി നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആവും. ആ വൈറ്റമിൻ സിന്റെ ആ ഒരു പ്രോപ്പർട്ടി ആയിരിക്കാം മേ ബി. അപ്പൊ ഇത് എനിക്ക് നല്ല അടിപൊളിയായിട്ട് വർക്കിംഗ് ആയി തോന്നി. സോ ഞാൻ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോർസും കാര്യങ്ങളിലൊക്കെ നല്ലപോലെ ഇത് ആക്ടിവേറ്റ് ചെയ്ത് ഡേർട്ട് ഫുൾ കളയുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയോണ്ട് ഞാൻ ഇതാണ് നൈറ്റിൽ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് എസ്പെഷ്യലി ഞാൻ ഇങ്ങനെ മേക്കപ്പ് ഇട്ടുന്ന സമയത്ത്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നൈറ്റിൽ സെറാവി തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഇപ്പൊ ഞാൻ എൻ്റെ ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്തു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയ ഒരു സ്റ്റെപ്പാണ്. അതായത് നമ്മൾ ഫേസ് ഉണക്കുന്നത് എല്ലാവരും ടവൽ വെച്ചിട്ടായിരിക്കും. ചിലവർ മാത്രമാണ് വൈപ്സ് വെച്ചിട്ട് ജസ്റ്റ് ടിഷ്യൂസ് വെച്ചിട്ട് ഉണക്കുക. സോ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ജസ്റ്റ് ടിഷ്യൂസ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ ഈ വെറ്റ്നസ് ഞാൻ ഒന്ന് ഒപ്പിയെടുക്കുകയുള്ളൂ. ഇതേപോലെ ഞാനൊക്കെ പണ്ട് എൻ്റെ വീട്ടിൽ ഇതേപോലെ ബാത്റൂമിലുള്ള അല്ലെങ്കിൽ വാഷ്റൂമിലുള്ള ടർക്കി യൂസ് ചെയ്തിട്ട് ഫേസും തുടയ്ക്കും. ചിലപ്പോൾ ഫേസിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടർക്കി തന്നെ ഉണ്ടാവാം. പക്ഷെ അതിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ആ നനവ് അവിടെ ഇരുന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. അത് മതി നമുക്ക് മുഖത്ത് ഒരു ബ്രേക്ക് ഔട്ടും ആക്നിയൊക്കെ ഉണ്ടാവാൻ. അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് ഞാൻ ചിലവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ടിഷ്യൂസ് യൂസ് ചെയ്യുന്ന ഹോസ്റ്റലിലൊക്കെ. പക്ഷെ ഞാനതത്ര എനിക്ക് എന്തിനാണെന്നുള്ള അന്ന് ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല തോന്നുന്നു അത് ആലോചിക്കാനുള്ള. സോ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഞാൻ ടിഷ്യൂസ് ആണ് എൻ്റെ ഫേസിൽ ഈ വെറ്റ്നെസ് കളയാൻ യൂസ് ചെയ്യുന്നത്. സോ ഒരു 2 ടിഷ്യൂ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒപ്പിയെടുക്കും. ഇതാവുമ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ടവൽ യൂസ് ചെയ്യുന്ന പോലെ ഒട്ടും റഫോ കാര്യങ്ങളോ ഒന്നുമല്ല. ജസ്റ്റ് ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. നമ്മുടെ ഫേസിനെ ഒട്ടും ഡ്രൈ ആക്കില്ല. ആൻഡ് ഒട്ടും ബാക്ടീരിയ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് എന്തോ ഒരു നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം. സോ ഇപ്പം ഞാൻ എൻ്റെ സ്കിന്ന് ക്ലെൻസും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതിൽ സോ അതിൻ്റെ റൂൾ എന്ന് പറയുന്നത് തിന്നസ്റ്റ് ടു തിക്കസ്റ്റ് എന്നാണ്. സോ ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ബേസിക്കലി ഞാൻ വൈറ്റമിൻ സി സെറാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഫ്ലോറൻസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ്. ഇത് ആമസോൺ UK അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്ന് ഞാൻ ഷുവർ അല്ല. സോ നിങ്ങൾക്ക് വൈറ്റമിൻ സി ഓപ്ഷൻസ് ഒരുപാട് നല്ല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ബെസ്റ്റ് വൈറ്റമിൻ സി യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് വൈറ്റമിൻ സി ഡസ് നോട്ട് ഇറിറ്റേറ്റ് ദ സ്കിൻ. സോ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരുപാട് കൂടാതിരിക്കാനും ശ്രദ്ധിക്കണം. സോ ആൻഡ് ഇതിൽ വൈറ്റമിൻ സി കൂടാതെ വൈറ്റമിൻ ഇ, ഹൈലോറോണിക് ആസിഡിന്റെ കണ്ടന്റും കൂടി ഉണ്ട്. സോ ഇത് കുറച്ച് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സെറം കൂടിയാണ്. ആൻഡ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വൈറ്റമിൻ സി ആണെന്ന് മാത്രം. സോ ഇതാണ് ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. സോ ഞാൻ ഇപ്പോൾ വൈറ്റമിൻ സി അപ്ലൈ ചെയ്തു. ഇനി നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്നെയിൽ മ്യൂസിൻ എസൻസ് ആണ്. സോ ഇറ്റ്സ് എ വൈറൽ ആൻഡ് ഇറ്റ്സ് വൈറൽ ഫോർ എ റീസൺ. ഇത് എത്രത്തോളം ഓയിൽ സ്കിൻകാർക്ക് സ്യൂട്ടബിൾ ആണെന്ന് എനിക്കറിയില്ല. കുറേ പേര് ഇത് ആക്നി വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് എ ഗെയിം ചേഞ്ചർ ഫോർ ഡ്രൈ സ്കിൻ പീപ്പിൾ. ആൻഡ് ഇതിൻ്റെ മോയ്സ്ചറൈസും ഭയങ്കര കിടിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല.
ബട്ട് സ്നെയിൽ മ്യൂസിയം ദിസ് ഇസ് മൈ തേർഡ് ബോട്ടിൽ. ഇത് ഞാൻ ലാസ്റ്റ് ഇയർ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. ആൻഡ് ദിസ് ഇസ് മൈ തേർഡ് ബോട്ടിൽ. ആൻഡ് ഇത് ലാസ്റ്റിംഗ് ആണ്. ഇത് ചിലവർ 1200 ആണ് തോന്നുന്നുണ്ട് ഇതിന്റെ പ്രൈസ്. ആൻഡ് ഇത് എനിക്കൊരു 3 months എത്തും. സോ ഇറ്റ്സ് വെർത്തി. അപ്പം ആൻഡ് ഇത് തരുന്ന ഹൈഡ്രേഷൻ ഇസ് സംതിങ് വെരി ഗുഡ്. സോ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ സി ഇട്ടതിന് ശേഷമാണ്. ബിക്കോസ് വൈറ്റമിൻ സി കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ കോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇത് തടയും ചെയ്യും. ആൻഡ് ഇത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. പ്രൈമറായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എസ്പെഷ്യലി ഡ്രൈ സ്കിന്നുകാർക്ക് കേക്കി ആയിട്ടുള്ള ഒരു മേക്കപ്പോ കാര്യങ്ങളൊന്നും വേണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ആയിട്ട് നമുക്ക് പ്രൈമറിന് പകരമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്നെയിൽ മ്യൂസിയം. സോ ഐ എം അഡിക്റ്റഡ് ടു ദിസ്. വളരെ കുറച്ച് മതി. അപ്പം തന്നെ ഇതിട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഗ്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോൾ തന്നെ കാണണ്ടാവും, നേരത്തെ എൻ്റെ മുഖം ഇരുന്ന പോലെയല്ല. ഇപ്പോൾ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു ഓയിൽ ഇട്ട പോലെ ആയിട്ടുണ്ടാവും എൻ്റെ ഫേസ്. ഇതെനിക്ക് ഈ ഒരു ഫീലിംഗ് എനിക്ക് ഇഷ്ടമാണ്. നല്ലൊരു ഗ്ലോയിങ് ആവും ഫേസ് ഒറ്റയടിക്ക്. ആൻഡ് ഇത് എന്ന് പറയുന്നത് ഉറങ്ങി നീക്കുമ്പോൾ വരെ ഇതിങ്ങനെ ആയിരിക്കും. അതാണ് എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം. സോ നമ്മൾ സ്നെയിൽ മ്യൂസിയം ഇട്ടു. നെക്സ്റ്റ് തിങ് ഞാൻ യൂസ് ചെയ്യുന്നത്, ആൻഡ് ഇതാണ് എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ യൂസ് ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റെപ്പ്, മോയ്സ്ചറൈസർ. അതാണ് ഞാൻ നേരത്തെ തന്നെ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ ഒരു 10 to 12 സ്കിൻ കെയർ സ്റ്റെപ്സ് ഒന്നും എനിക്കില്ല. ഞാൻ ജസ്റ്റ് ഈ 3 സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. So next one is moisturizer from CeraVe, and it's for dry to very dry skin. അപ്പോൾ CeraVe നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഓയിൽ സ്കിന്നിനുള്ളതുണ്ട്, കോമ്പിനേഷൻ സ്കിന്നിനുള്ളതുണ്ട്, നോർമൽ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് അവരുടെ ഉണ്ട്. അപ്പോൾ എനിക്ക് വേണ്ട പ്രൊഡക്റ്റ് നോക്കിയിട്ട് ഞാൻ നോക്കിയെടുത്തതാണ് ഡ്രൈ ടു വെരി ഡ്രൈ സ്കിന്നിനുള്ളതാണ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ നവംബർ തൊട്ടിട്ട് ഫെബ്രുവരി വരെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് അതിന് സമ്മറിൽ, ഇവിടുത്തെ സമ്മറിൽ ഞാൻ യൂസ് ചെയ്യുന്നത് വേറൊരു മോയ്സ്ചറൈസറാണ്. ആൻഡ് ഇത് ഞാൻ വിൻ്റർ സീസണിൽ യൂസ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഇതിൻ്റെ ഫോർമുല ഭയങ്കര തിക്കാണ്, നല്ല തിക്കായിട്ടുള്ളൊരു ഫോർമുല. ഇത് കഴിയാറായി, ബിക്കോസ് ഞാൻ ഈ തവണത്തെ വിൻ്റർ ഞാൻ ഇതാണ് യൂസ് ചെയ്തത്. സോ നിങ്ങൾക്കിപ്പോൾ കാണാം, ഡപ്പ ഇസ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് എക്സ്ട്രീംലി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓയിലി സ്കിൻകാർക്കൊക്കെ വേറെ വാങ്ങിക്കണം എന്ന് പറയാനുള്ള റീസൺ. ബിക്കോസ് ഇത്രയും തിക്നെസ് അവർക്ക് ഫേസിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. ബട്ട് ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് നാളെ രാവിലെ വരെ എനിക്കിത് ഭയങ്കര മോയ്സ്ചറൈസർ ആയിട്ടിരിക്കും. സോ ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ, എസ്പെഷ്യലി ഒരു വിൻ്റർ കൺട്രിയിൽ, ഐ മീൻ നല്ല ടെമ്പറേച്ചർ ഡൗൺ ആവുന്ന ഒരു വിൻ്റർ സമയത്ത് ഇത് യൂസ് ചെയ്താൽ ഇറ്റ്സ് വെരി ഗുഡ്. അത്യാവശ്യം നല്ലപോലെ മോയ്സ്ചറൈസർ ഇടും. ആൻഡ് ഐ ആം നോട്ട് എ പേഴ്സൺ ഹൂ യൂസസ് ദിസ് ഗോഷ ആൻഡ് ആൾ. ഞാൻ അങ്ങനെയൊന്നും യൂസ് ചെയ്യില്ല. എൻ്റെ ഫിംഗർ മാത്രം എടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു ചിന്നിൻ്റെ പോർഷൻ ഞാൻ ഇങ്ങനെ ഓൾറെഡി മോയ്സ്ചറൈസർ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യും, ജസ്റ്റ് ഒരു ലിഫ്റ്റ് ചെയ്യുന്ന പോലെ. ആൻഡ് ഞാൻ ഇവിടെ ഈ ഐബ്രോസിൻ്റെ പോർഷൻ ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്യും, ഇത്രയും. അല്ലാണ്ട് ഞാൻ ഗോഷ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യില്ല. ആൻഡ് ഞാൻ ജിമ്മിൽ അത്യാവശ്യം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. സോ സ്കിന്ന് തൂങ്ങാതിരിക്കാൻ ഞാൻ അതാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ജിമ്മാണ് ഫോർ ഫേസ് ലിഫ്റ്റിംഗ്, ഞാൻ അതാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സമ്മറിൽ വേറൊരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ബിക്കോസ് ഇവിടെ ടെമ്പറേച്ചർ കുറച്ചും കൂടെ ഒരു 10 degree 15 degree ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ അത്രയും തിക്കായിട്ടുള്ളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യില്ല. ബിക്കോസ് സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു സിമ്പിൾ മോയ്സ്ചറൈസർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ സിമ്പിൾ മോയ്സ്ചറൈസറിന് വേണ്ടി ഞാൻ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറേ തവണ തോന്നിയിട്ടുണ്ട് ഇത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് സിമ്പിൾ എന്നുള്ളത്. ബിക്കോസ് അവരുടെ ക്ലെൻസർ എല്ലാ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളതാണ്. സോ ഇത് റീപ്ലനിഷിങ് മോയ്സ്ചറൈസർ ആണ്, റീപ്ലനിഷിങ് റിച്ച് മോയ്സ്ചറൈസർ എന്നാണ് ഇതിൻ്റെ പേര്. ആൻഡ് ഇതിൻ്റെ ഡ്യൂട്ടി ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യും. ഇതിലൊരു നോ സ്മെല്ലാണ്, അത് ഒട്ടും തിക്കല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് ഹൈഡ്രേഷൻ പ്രോപ്പറായി ഹൈഡ്രേഷൻ ചെയ്യും, അത് മാത്രം. അപ്പോൾ ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. സോ ഇത് നിങ്ങൾ യൂസ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. ഞാനും എൻ്റെ ഹസ്ബൻഡും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. സോ ബോയ്സിനും ഇത് ഭയങ്കര അടിപൊളിയായിട്ടും, അവർക്ക് ഇങ്ങനെ ഈ മോയ്സ്ചറൈസറിൻ്റെ തിക്കായിട്ടുള്ള സംഭവം ഇഷ്ടമല്ല എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ
ഇത് ഭയങ്കര അടിപൊളിയായിട്ട് പോകും. ആൻഡ് ഇത് ആമസോൺ ഇന്ത്യയിലും ആമസോൺ UK-യിലും അവൈലബിൾ ആണ്. ആൻഡ് സിമ്പിളിലെ തന്നെ ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ വരുന്നുണ്ട്, റീപ്ലനിഷിങ് വരുന്നുണ്ട്, പിന്നെ വേറെ ഏതോ ഒന്നും കൂടെ വരുന്നുണ്ട്. സോ ഡ്രൈ സ്കിന്നുകാർക്ക് റീപ്ലനിഷിംഗ് ആയിരിക്കും കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഉണ്ടാവുക. ആൻഡ് ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. സോ ഇതും ഒരു ഗെറ്റ് ടു ഗോ പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് തിങ്, ഒരു സ്കിൻ കെയറിൻ്റെ ഇതായിട്ട് ഞാൻ പറയുന്ന കുറച്ച് സംഭവങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ, ഇത് എല്ലായ്പ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നതല്ല. എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ നാളെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം കുറച്ച് ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്ന ആളാണ്. സോ ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും കുറച്ച് ഫേസ് മാസ്കുകൾ. ആൻഡ് എല്ലാതും ഹൈഡ്രേറ്റിംഗ് മാസ്കുകളാണ്. ലൈക്ക് ഹൈലൂറോണിക് ആസിഡ്, കുക്കുംബർ, അങ്ങനത്തെ ഇതൊക്കെ ഞാൻ ഇവിടുത്തെ ലോക്കൽ സ്റ്റോർസിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ആൻഡ് ഇത് ഞാൻ ഇപ്പം ചെയ്ത സ്കിൻ കെയറിൻ്റെ കൂടെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് ഇട്ടിട്ട് ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ഈ ഷീറ്റ് മാസ്ക് നമ്മൾ കീപ്പ് ചെയ്തതിന് ശേഷം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ നീക്കുമ്പോൾ ഭയങ്കര പ്ലംബി ആയിട്ടായിട്ട് ഇരിക്കുക. പിന്നെ നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ നമുക്കിങ്ങനെ ഒരു ഫേഷ്യലൊക്കെ കഴിഞ്ഞ പോലെ ആയിരിക്കും. സോ ഇത് ഞാൻ എപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഞാൻ യൂസ് ചെയ്യും. ആൻഡ് ഇത് ഫേസിലിടുന്നത് പിന്നെ ഭയങ്കര ഫീറ്റൊക്കെ ഭയങ്കര ഡ്രൈ റഫായിട്ടുള്ള ഫൂട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഫുഡ് പാക്കാണ് ഈ 2 എണ്ണം. സോ ഇതെന്താണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം കാല് ഭയങ്കര ഡ്രൈ ആയിട്ട് പൊട്ടുന്നു എന്നൊക്കെ വരും വിൻ്ററിനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നമ്മൾ മുഖത്തിടുന്ന ഫേസ് മാസ്ക് പോലെ തന്നെ ഈ ഫുഡ് മാസ്ക് ഇട്ടിട്ട് നിങ്ങൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിലീഫായിരിക്കും, ഭയങ്കര മോയ്സ്ചറൈസ് ആയിരിക്കും. പെഡിക്യൂർ ഒക്കെ കഴിഞ്ഞ ഒരു ഫീൽ കിട്ടും. ഇതിങ്ങനെ ഒരു 1 അവർ കീപ്പ് ചെയ്തിട്ട് നമ്മളത് അങ്ങനെ ലീവ് ഓൺ ചെയ്താൽ മതി. വേണമെങ്കിൽ ഒരു സോക്സ് ഇടാം. അപ്പോൾ ഇതങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ്. ആൻഡ് ഹാൻഡ്സിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫോർ റഫ് ആൻഡ് ഡ്രൈ ഹാൻഡ്സിന് വേണ്ടിയിട്ട് സെറാവിയുടെ തന്നെ ഒരു ഹാൻഡ് ക്രീം ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇതും കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു ഇതാണ്. ഇതും ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്നതല്ല. ലൈക്ക് വിൻ്റർ വരുമ്പോഴാണ് ഞാൻ ഇത് യൂസ് ചെയ്യുക. സോ ഇതും നല്ലൊരു അടിപൊളി സംഭവമാണ്. ആൻഡ് ഞാൻ ലിപ്സിൽ പ്രത്യേകിച്ച് ലിപ് ബാമോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറില്ല. ബിക്കോസ് വെന്നെവർ ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും എനിക്ക് ലിപ് ബാം അങ്ങനെ എന്തെങ്കിലും ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ലിപ്പ് കുറച്ചൊരു പിഗ്മെൻറ്റഡ് ആവുന്നത് പോലെ. എനിക്കപ്പോൾ അത് സ്യൂട്ടബിൾ അല്ലാന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ ഒരു ലിപ് ബാമും യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലും ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ ഒക്കെ ആവുകയാണ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നാച്ചുറൽ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ആൻഡ് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. സോ ഞാൻ ഒരുവിധമൊക്കെ നല്ലപോലെ ഒരു ഡ്രൈ സ്കിൻ കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു പോയി തോന്നുന്നു. എനിക്ക് തോന്നുന്നുണ്ട് ഈ സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കുറച്ച് പേര് ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയുണ്ടാവും ഈ പ്രൊഡക്ട്സ് ഒക്കെ എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത്. യൂസ് ചെയ്യാത്തവർ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല റിസൾട്ട്സ് ഉണ്ടാവും. ഇപ്പം ഞാൻ മെയിൻലി ഈ വീഡിയോയിൽ കാണിച്ചത് എൻ്റെ ഫേസ് ആൻഡ് എക്സ്ട്രിമിറ്റീസ്, അതായത് ഹാൻഡും ഫീറ്റും ഒക്കെ എങ്ങനെയാണ് ഞാൻ ഡ്രൈ സ്കിൻ കെയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇതേപോലെ നമ്മുടെ ബോഡിക്ക് എങ്ങനെയാണ് എന്താണ് അതിനൊരു ക്രീമോ ലോഷനോ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും. സോ ആ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. സോ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലാസ്റ്റായിട്ട് ഞാൻ നേരത്തെ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി സപ്ലിമെന്റ്സ്. സോ ഞാൻ കിടക്കുന്നതിന് മുൻപ് അതാണ് ഞാൻ എൻ്റെ സ്കിന്നിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് omega-3 ആൻഡ് vitamin D. ആൻഡ് ആ ടാബ്ലറ്റും കൂടെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോകൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. സോ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് എന്തെങ്കിലും ഈ പ്രൊഡക്ട്സിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ലിങ്ക് വേണമെങ്കിൽ ലിങ്കും കമൻറ്റ് ചെയ്താൽ മതി. സോ അത്രയേ ഉള്ളൂ. സോ ബൈ ഫ്രം ലൈഫ് ആൻഡ് ലഗേജ്. ആൻഡ് വേറൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. സി യു.